നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 68:19. എത്ര ആശ്വാസകരമാണ്! ലോകമനുഷ്യൻ അവന്റെ ഭാരം ചുമന്ന് കഷ്ടപ്പെടുമ്പോൾ, ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ മനുഷ്യരുടെ മേൽ നുകം വയ്ക്കുമ്പോൾ, കുരിശു ചുമന്നവൻ, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചവൻ, ഉയർത്തവൻ ഇന്ന് നമ്മുടെ ഡെയിലി ബേസിൽ, അനുദിന ജീവിതത്തിൽ, നമ്മുടെ ഓഫീസിൽ, വീട്ടിൽ, സമൂഹത്തിൽ, സഭയിൽ ഭാരങ്ങളെ ചുമന്ന് നമ്മളെ രക്ഷിക്കുന്നു. നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം, ദൈവം നമുക്ക് രക്ഷ, ലോകമനുഷ്യനോ പണം അവന്റെ രക്ഷ, മറ്റ് കാര്യങ്ങൾ അവന്റെ രക്ഷ. നമ്മൾ നാൾ തോറും ഡെയിലി ബേസിസ് അവനെ ആശ്രയിക്കുന്നു. അവർക്കൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ദൈവത്തെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ ആരാധനയുണ്ട്, ഹൃദയത്തിൽ ആരാധനയുണ്ട്, അപ്പുറത്ത് ആരാധനയില്ല. ഇതാണ് വ്യത്യാസം. വചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് നാൾ തോറും എന്നുള്ളത് തന്നെയാണ്. ദിവസവും കർത്താവിനെ അന്വേഷിക്കുന്നവനെ അവന് വേണം. ദിവസവും അവനോട് സംസാരിക്കാൻ നമ്മളെ അവന് വേണം. അദ്ദേഹത്തിന് നമ്മളോട് ദിവസവും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സ് അവിടെ വെളിപ്പെടുകയാണ്. ദൈവം മോശയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം, എൻ്റെ ജനം, എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ഇതൊരു പരീക്ഷ തന്നെയാണ്. എല്ലാ വിശ്വാസികളും കടക്കേണ്ട, പാസ്സാകേണ്ട പരീക്ഷ. പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, നമ്മുടെ സംരക്ഷണവും നമുക്കുള്ള ഉപജീവനവും അവനിൽ സമർപ്പിച്ച് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ അവൻ പരീക്ഷിക്കും. അന്നത്തേക്കുള്ളത് തരും. വിഷമിക്കാനൊന്നുമില്ല. 6-ാം ദിവസം ഉണ്ടെന്നേ, അന്ന് ഇരട്ടി പങ്ക് തരും. ഇരട്ടി പങ്ക് തരും. വിശ്വാസ ജീവിതത്തിൽ ജയിച്ചവരെല്ലാം ഇരട്ടി പങ്ക് നേടിയവരാണ്. ജോബിനോട് പറയുന്നു: ജോബേ, നീ പുരുഷനെ പോലെ അരമുറുക്കി എൻ്റെ മുമ്പാകെ നിൽക്കുക. വലിയ പാടാണോ? പാടാണോന്ന് ചോദിച്ചാൽ സാഹചര്യം നോക്കണം. ചുഴലിക്കാറ്റിൽ യഹോവ ജോബിനോട് അരുളി ചെയ്തത്. ചുഴലിക്കാറ്റ് വരികയാണ്. ഒരു തൂണെ പിടിച്ചോണ്ട് നിൽക്കുന്നല്ല പറയുന്നത്, കമന്ന് കിടക്കുന്നല്ല പറയുന്നത്. മുട്ടുകുത്തി കൈമളിലേക്ക് ഉയർത്തി, അല്ലെങ്കിൽ ഓടുന്ന പോലെ ഒരു പോസ്റ്റർ, ഒരു കാല് മുന്നോട്ട് വെച്ച് ഒരു കാല് പുറകോട്ട് വെച്ച് കൈ രണ്ടും ആഞ്ഞ് നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും. എന്താ പ്രതിഫലം? പ്രതിഫലം ഇരട്ടി പങ്കാണ്. ദൈവം നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ, ചുഴലിക്കാറ്റിൽ നമ്മൾ പിടിച്ചു നിന്നാൽ, പിന്നെ നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായി തരും. എലിയാവിന്റെ പുറകെ ഇങ്ങനെ നടക്കുക. യോർദാനും കടന്നു കഴിഞ്ഞപ്പോൾ ഏലിയാവ് എലീശയോട് പറയുകയാണ്: ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചുകൊള്ളുക. എലീശ പറഞ്ഞു: നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. അപ്പൊ എലിയ പറഞ്ഞു: നീ വളരെ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. ഞാൻ നിങ്കൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ, ചുഴലിക്കാറ്റിലാണ് എടുക്കുന്നത്. കണ്ണ് തുറന്നു നിന്നാൽ കണ്ണില് പൊടി കയറില്ലേ? മരുഭൂമിയിലെ സാൻഡ് സ്റ്റോം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. അവിടെ എളുപ്പം അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ കമന്ന് കിടക്കുക എന്നുള്ളതാണ്. കമന്ന് കിടന്നാൽ മണ്ണ് ചിലപ്പോൾ നമ്മൾ മൂടിക്കളയും. അതൊരു സാഹചര്യം. അല്ലെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ അഭയം തേടുക. ടെന്റ് ഉണ്ടെങ്കിൽ ടെന്റിൽ അഭയം തേടുക. ഇതൊരു മനുഷ്യൻ കൈ ഉയർത്തി ദൃഢനിശ്ചയത്തോടെ കണ്ണും തുറന്നു നിൽക്കുകയാണ്. അവൻ ഇരട്ടി പങ്ക് പ്രാപിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. നാട്ടുകാരെല്ലാവരും അപ്പം തിന്ന് സ്തോത്രവും പറഞ്ഞ് സന്തോഷിച്ചു പോയി. യേശു പറഞ്ഞ ശിഷ്യന്മാർക്ക് അതുപോലെ. അതുകൊണ്ട് ഞാൻ ഈ പുരുഷാരത്തെ പറഞ്ഞയക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് പൊക്കോ. ഇവർ വിചാരിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇവർ വഞ്ചിയിൽ കയറിപ്പോയി. വലിയ കാറ്റ്. ഇവർ പാടുപെട്ടു, തുഴഞ്ഞു ബന്ധപ്പെട്ടു. മണിക്കൂറുകൾ തുഴഞ്ഞിട്ടും വഞ്ചി കടലിന്റെ നടുവിൽ വരെ ആയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഈ തിരമാലകളുടെ മുകളിൽ കൂടി, അലറുന്ന തിരമാലകളുടെ മുകളിൽ കൂടി ഒരാൾ നടന്നു വരുന്നു. ഇവർ പറഞ്ഞു അത് ഭൂതമാണ്. കാരണം ദൈവമാണോ യേശുവാണോ എന്നുള്ളതല്ല വിഷയം, ഇത് ഭൂതം ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോഴും അങ്ങനെയല്ലേ? വലിയ വെളിപ്പാടൊക്കെ പറഞ്ഞ്
വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ജനങ്ങൾ പറയും ഇത് ഭൂതമാണെന്ന് പറയും. കാരണം അവർ ദൈവത്തിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല, യേശുവിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് അപ്പം കിട്ടി, തിന്ന് തൃപ്തരായി, അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാനാകുന്നു, ഞാനാണത് തന്നത്. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ മിശിഹ നിന്റെ ഉള്ളിലുണ്ട്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവിന് ജീവിക്കുന്നു. എൻ്റെ കണ്ണുകളിലൂടെ അവൻ നോക്കുന്നു, എൻ്റെ കൈകളിലൂടെ അവൻ തൊടുന്നു, എൻ്റെ കാലുകളിലൂടെ അവൻ സഞ്ചരിക്കുന്നു, എൻ്റെ ഹൃദയമെന്ന ഭവനത്തിൽ അവൻ വസിക്കുന്നു. നീ അങ്ങ് വിശ്വസിക്കുക, അത് ഞാനാണ്, ഞാൻ പറഞ്ഞതാണ്. ആൾക്കാർ ഭൂതമെന്ന് പറഞ്ഞോട്ടെ, ഇതാണ് സത്യം. ഇരട്ടി പങ്ക് തരുന്ന ദൈവം. അപ്പോൾ മന്ന കൊടുത്തു, ദിവസം പ്രതി പിറക്കണം. എന്തിനാണ് പിറക്കുന്നത്? പ്രമാണം പഠിപ്പിക്കാൻ. ഏലിയാവ് രാജാവ് പിടിക്കാതിരിക്കാൻ ദൈവം പറഞ്ഞു, നീ പോയി കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. രാവിലെ വൈകിട്ട് 2 നേരം അപ്പവും ഇറച്ചിയും കാക്ക കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ തോട്ടിലെ വെള്ളവും കുടിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറേ ദിവസം അങ്ങനെ പോകണം. കാരണം ഈ സമയത്ത് രാജാവ് ദൂതന്മാരെ വിടും. ഇപ്പോൾ ഇവിടുന്നൊക്കെ ഒരു പ്രതി ചാടിപ്പോയാൽ പോലീസുകാർ ആദ്യം അന്വേഷിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ചെക്ക് പോസ്റ്റിലാണ്. പിന്നെ ഇൻഫോം ചെയ്യുന്നത് എയർപോർട്ടിലാണ്, പിന്നെ റെയിൽവേ സ്റ്റേഷനിലാണ്. തൊട്ടടുത്ത് പിന്നെ അന്വേഷിക്കാന്നേ. അപ്പോൾ ദൈവം പറയും, നീ ആദ്യം യോർദാൻ അക്കരെ പോയി ഒളിച്ചിരിക്കുക. ലൈറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. ഈ ലൈറ്റ് ഫുഡ് കൊടുത്ത് ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തോട്ടിൽ വെള്ളം പറ്റി. കാരണം എന്താ അറിയാമോ? ഇനിയിപ്പോൾ ഈ ദേശത്ത് അരിച്ചു പെറുക്കാൻ തുടങ്ങും. കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ച് അവിടെയൊന്നും ഇല്ല. അവിടെയൊക്കെ പരിശോധിച്ചെന്ന് മാത്രമല്ല, ആ ദേശക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ച് ഇവനവിടെ ഉണ്ടായില്ല എന്ന്. അതെല്ലാം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോക്കോ. അങ്ങനെ സരാഫത്തിലേക്ക് വിട്ടു. അവിടെ ചെല്ലുമ്പോഴോ തുടക്കം എന്താണ്? ഒരു കുഞ്ഞു റൊട്ടി, ഒരു ഗ്ലാസ് വെള്ളം. അന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ഫുഡ് ഉണ്ടെങ്കിലും ഇദ്ദേഹം ഈ ചെറിയ ഫുഡേ കഴിച്ചുള്ളൂ. കാര്യം നമുക്ക് പിന്നീട് അറിയുന്നു. ഈ ഡെയിലി ബേസിൽ പ്രാർത്ഥിക്കുന്നവനെ, ഡെയിലി ബേസിൽ അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ഉപവസിക്കുന്നവനെ, ഭക്ഷണം ക്രമീകരിക്കുന്നവനെ മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവൻ്റെ തടസ്സം വയറാണ്. പൗലോസ് പറഞ്ഞു, ചിലർ സുവിശേഷ വേല ചെയ്യുന്നു, അവരുടെ ദൈവം അവരുടെ വയറാണ്. ലജ്ജയായതിൽ അവർക്ക് സന്തോഷം തോന്നുന്നു. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തവൻ ഡെയിലി ബേസിൽ നാൾ തോറും ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ, അവൻ ദേശത്ത് മഴ പെയ്യും, അവൻ ആകാശത്തു നിന്ന് തീയിറക്കും. ഇനി എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്യിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാൾ തോറുമെന്ന ചട്ടം, നിയമം ദൈവം തരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശബത്തിലേക്ക് കടക്കാം. 6-ാം നാൾ നിനക്ക് ഇരട്ടി പങ്ക് തരും. ജോബിന് കൊടുത്തതുപോലെ, എലിശ പ്രാപിച്ചതുപോലെ, ശിഷ്യന്മാർ പ്രാപിച്ചതുപോലെ ഇരട്ടി അനുഗ്രഹം തരും. ദൈവത്തിൻ്റെ ശബത്ത് അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാം. കാരണം നിങ്ങൾ കൊള്ളാവുന്നവരായിട്ട് ദൈവത്തിന് തെളിഞ്ഞു. രണ്ടാമത്, എന്തിനാണ് എല്ലാവർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് മാത്രം ഈ ട്രെയിനിങ് തരുന്നത്? മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ സാക്ഷിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന് ഞങ്ങളുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലാകേണ്ടതിന്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രദർശനവും സഭായോഗങ്ങളിൽ, കോട്ടേജ് മീറ്റിങ്ങുകളിൽ, കൺവെൻഷനുകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ വെളിപ്പെടേണ്ടതിന് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൃപ നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ മുന്നേറുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിൽ നിന്ന് ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ ശബത്ത് അനുഭവം അനുഭവിപ്പാൻ, വചനത്താലുള്ള ജീവിതം പ്രാക്ടീസ് ചെയ്യുവാൻ, എക്സർസൈസ് ചെയ്യുവാൻ സ്വർഗം സഹായിക്കട്ടെ. ആമേൻ.